ഈ ഒരു വില്ല പ്രൊജക്ടിന്റെ ഗേറ്റഡ് എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു വീട് 59 ലക്ഷത്തിന് രൂപയ്ക്ക് തരാൻ പോവുകയാണ്. സ്വപ്നമല്ല കേട്ടോ, സത്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇതുപോലെ ഗേറ്റഡ് എൻട്രൻസ് ഉള്ള വലിയ വില്ല പ്രൊജക്ടുകൾക്കുള്ളിൽ നമുക്ക് 59 ലക്ഷം രൂപയ്ക്കൊക്കെ വീടുകൾ കിട്ടുക എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഗേറ്റഡ് എൻട്രൻസ് കടന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സെക്യൂരിറ്റി ക്യാബിൻ ഉണ്ട്. ഇതിനകത്ത് നിറയെ വില്ലകളാണ്. മെജോറിറ്റി വില്ലകളെയും പണികൾ കഴിഞ്ഞു. വളരെ കുറച്ച് വില്ലകൾ മാത്രം അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. 2 വീടുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് 59 ലക്ഷം രൂപയുടേതാണ്. വില്ലയുടെ അകത്തൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ വൈഡ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളുമാണ് കാണാൻ പറ്റുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. സ്റ്റാർട്ടിംഗ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. വൈഡ് ആയിട്ടുള്ള റോഡുമാണ് ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലും വിരിച്ചതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സെയിം തന്നെയാണ് കളക്ടറേറ്റിലേക്കും. ഇടപ്പള്ളി ഭാഗത്തേക്ക് 17 കിലോമീറ്റർ, ആലുവ ഭാഗത്തേക്ക് 13 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17ഉമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് തൃപ്പൂണിത്തുറ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ 20 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന വൈഡ് ആയിട്ടുള്ള റോഡ് നിങ്ങൾ കണ്ടു. നമുക്ക് മതിൽ നോക്കാം. വൈറ്റ് കളർ പെയിന്റ് ആണ്. മിഡിൽ പോർഷനിൽ നല്ല കോപ്പർ കളറുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ട് ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഗേറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് നടന്ന് കയറണമെങ്കിൽ ഈ ഒരു ചെറിയ ഗേറ്റും യൂസ് ചെയ്യാം. വാഹനങ്ങൾ കയറ്റാനായിട്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ വലിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷന്റെ അടുത്ത് പറയേണ്ടത് തന്നെയാണ്. വളരെ ഭംഗിയായിട്ടാണ് ബ്രിക്ക് മോഡലുള്ള വർക്കുകളും മുകളിൽ ടെക്സ്ചർ വർക്കുകളും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളൊക്കെ നോക്കുവാണെങ്കിൽ മതിലിന്റെ 3 ലാമ്പുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം സൈഡിലും സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു കാർ ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കാറിനകത്ത് കയറ്റിയിട്ട് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മഴ ഒട്ടും നനയാത്ത രീതിയിൽ കവർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഒരു പോർച്ച് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ 2 വീലേഴ്സ് വെക്കാനായിട്ട് ഈ ഭാഗത്തൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഒരു ഏരിയ. ഇവിടെയായിട്ടാണ് നടന്നു കയറാനുള്ള ഗേറ്റ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് അകത്തേക്ക് തള്ളിയിട്ടാണ് വിൻഡോസ് വെച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും നമുക്ക് സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഷിപ്പുകളാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെയുള്ള ഭാഗത്തേക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്ന സമയത്ത് ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. കിച്ചന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ കിണർ നമുക്ക് കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വീടിന്റെ ബാക്ക് സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ളതും ലെങ്തി ആയിട്ടുള്ളതുമായ സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 4-5 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. പില്ലറുകളിലൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് ദർശനം വരുന്നത്. നമുക്ക് ഇതുപോലെ 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കിയാൽ എൻഡ് പോർഷനിലായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളും അകത്തൊക്കെ ഭംഗിയായിട്ടുള്ള LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 9 അടി വീതിയുമാണ് കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ബ്രൗൺ ഡിസൈൻ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും 3 വിൻഡോസ് ഉണ്ട്. ഈ ഒരു വോളും TV യൂണിറ്റ് വെച്ചിരിക്കുന്ന വോള് നോക്കിയാൽ ഭംഗിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. TV വെച്ചിരിക്കുന്നതിനുള്ള ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. TV വെക്കാനുള്ള മെയിൻ ബോർഡ് വൈറ്റ് കളർ ആണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളുമാണ് നിറയെ കൊടുത്തിരിക്കുന്നത്.
നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ വന്നിട്ട് കംപ്ലീറ്റ് PVC പാനലിംഗ് ചെയ്തിട്ട് അതിനകത്തെല്ലാം തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ്. ബാക്കി വരുന്ന പോർഷനുകളിൽ LED ബൾബുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. എൻട്രൻസ് നോക്കുവാണെങ്കിൽ വുഡനായിട്ട് തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെയും ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. 10.5 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡിൽ പോർഷനിൽ മാത്രം പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ആണ് വാഷ് ബേസിൻ വരുന്നത്. അത് വൈറ്റ് കളറാണ്. അതിരിക്കുന്നത് വൈറ്റ് കളർ ആയിട്ടുള്ള സർഫേസിലാണ്. ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിലാണ്. സാനിറ്ററി എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ സെറയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായിട്ട് സേഫ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നേരെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അവിടെ എല്ലാം നമുക്ക് ഫുഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. നേരെ മുകളിലേക്ക് കയറുന്ന ഒരു ഭാഗത്ത് നല്ലൊരു ഷോ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബെഡ്റൂമും കിച്ചണും കാണാനുണ്ട്. ഡൈനിങ് സ്പേസിന്റെ ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. താഴത്തെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് കാണാം. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരു പോർഷനിൽ PVC പാനലിംഗും സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വുഡൻ ഡിസൈനിലും അതേ കളറിലുമാണ് ചെയ്തിരിക്കുന്നത്. മിറർ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ നോക്കിയാൽ നിറയെ ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ്. ജെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു ആംബിയൻസിൽ തന്നെയാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത്. നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. നിങ്ങൾ അത് ഓൾറെഡി കണ്ടു. അതിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിലും നിറയെ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ഒരു വീട്. കിച്ചൺ എല്ലാം തന്നെ വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് എൻട്രൻസ് വരുന്നത്. ഈ കാണുന്ന പാനലിംഗ് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം LED സ്ട്രിപ്പുകളാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ എല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ് കിച്ചൺ. ഒരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ടൈല് നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് നമുക്ക് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. 3 വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഇലയ്ക്കായിട്ട് ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമ്മൾ ഈ കണ്ട കൗണ്ടർ ടോപ്പ് പോർഷന്റെ അകത്തുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് കിച്ചണിൽ നിന്നുള്ള ഡോറ് വരുന്നത്. അത് തുറന്നാൽ നേരെ പുറത്തേക്ക് ഓപ്പൺ സ്പേസ് ആണ്. വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യത്തിന് വലുപ്പമുള്ള നല്ലൊരു ഹാള് തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗിനായിട്ട് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആ ഭാഗത്ത് വരുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അഗൈൻ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളെല്ലാം വരുന്നുണ്ട്. റൂഫൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ എന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂമുകളുണ്ട്. റീഡിംഗ് റൂം ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. റീഡിംഗ് റൂമായിട്ടോ സെർവന്റ് റൂമായിട്ടോ എന്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9.5 അടി വീതിയുമാണ്. ഇവിടെ നമുക്ക് റീഡിംഗ് പർപ്പസിനോ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു ബുക്ക് ഷെൽഫും ഡ്രോസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന നല്ല അട്രാക്റ്റീവ് ആയ കളർ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂമിന് സൈസ് ആയിട്ട് വരുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
താഴെ കണ്ടതുപോലെ തന്നെ നമുക്ക് മിറർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാർഡ്രോബ് ആണ് ഇവിടെയും കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ ടൈലാണ്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ബോം ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ് ഇവിടെയെല്ലാം കിട്ടുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം നോക്കുമ്പോൾ 12 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. റൂഫില് പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടത്തെയും വാർഡ്രോബ് സെയിം ഡിസൈനിലും കളറിലും ഒക്കെയാണ്. അതിന്റെ കൂടെയും മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കിയാലും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹൈറ്റിലേക്കാണ് അത് വരുന്നത്. ചെറിയൊരു ബാത്റൂം ആണെങ്കിലും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് ഇവിടുത്തെ ടൈലുകൾ വരുന്നത്. റൂഫിൽ നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. നമുക്ക് നല്ലൊരു വലിയ ബാൽക്കണി തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ കുറച്ച് ഭംഗിയുള്ള ഡിസൈനിലാണ് അയണിൽ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബാൽക്കണി റൂഫിംഗ് കവർ ചെയ്തിട്ടുണ്ട്. PVC പാനലിംഗ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂവും സൈഡ് വ്യൂവും എല്ലാം നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നാൽ വിസിബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ്. നിങ്ങൾ പുതിയ സ്റ്റെപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫുട് ലാംപ്സ് ഉണ്ട്. അവിടെ നമുക്കൊരു വിൻഡോയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഇവിടെ ഭാഗങ്ങളെല്ലാം റൂഫ് എല്ലാം കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലെത്തുന്നത് വരെ കോൺക്രീറ്റ് ആണ്. അവിടെ നമുക്ക് ഡോർ ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ ടെറസിലേക്കാണ് ഇറങ്ങുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് നല്ലൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 59 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്താണ്. നിങ്ങൾക്കറിയാം, ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് ഈ റേറ്റിൽ, അതും സെക്യൂരിറ്റി ക്യാബിൻ ഉൾപ്പെടെയാണ് ഈ ഒരു വില്ല പ്രൊജക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും വീടുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇനിയും വർക്കുകൾ നടക്കുകയാണ്. എല്ലാ വർക്കും കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വില്ല പ്രൊജക്ട് ആയിട്ടാണ് ഇത് മാറുന്നത്. അതിനകത്ത് 59 ലക്ഷം രൂപ, അത് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നെഗോഷ്യബിൾ പ്രൈസിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം ഒരിക്കലും കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ചാൻസ് കളയേണ്ട. 3 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 1680 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. റീഡിംഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് 59 ലക്ഷം രൂപ മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് ഞങ്ങൾ എടുത്തു തരാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.